ബിജൂസ് എവിടേക്ക് പോകുന്നു? അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുറച്ച് ഫർണിച്ചർ വേണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പുതിയ ഫർണിച്ചറൊന്നല്ല വാങ്ങാൻ പോണത്. അതെങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട് മാറുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വീട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാലോ അത് ഫർണിഷ്ഡ് അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചർ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങാൻ പറ്റും എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെയുള്ള ഷോപ്പുകൾ കാണിക്കും, ചാരിറ്റി ഷോപ്പ്. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളും. നല്ല സാധനങ്ങളാണ് എങ്കിൽ അവർ കൊണ്ടുപോകും. എന്നിട്ട് അവരതിനൊരു ചെറിയ പ്രൈസ് ഇട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് തരും. അപ്പോൾ അതാണ് അവർ ചാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബെനിഫിറ്റാണ്. കാരണം നമുക്ക് ന്യൂ തിങ്സ് വാങ്ങേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്നൊരു വീടൊക്കെ വാങ്ങി പുതിയതായിട്ട് താമസിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കയറിക്കൂടി അതിനുശേഷം നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫർണിച്ചറുകളൊക്കെ പിന്നീട് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതെവിടെ നിന്നാണ് വാങ്ങണേ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ ഒരു കട, ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കടയാണ്. എനിക്കിവിടെ നിങ്ങളൊരു വണ്ടി കണ്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ്, ഇങ്ങനെ അടച്ചു പൂട്ടിയ വണ്ടിയിലാണ് അവർ ഫർണിച്ചർ കൊണ്ടുവരിക കേട്ടോ. അതുകൊണ്ടാണ് അത് അത്രയും പൈസ വാങ്ങിക്കുന്നത് കണ്ടോ. ഇങ്ങനെ അടച്ച് സേഫായിട്ട് കൊണ്ടുവരും. നമ്മുടെ നാട്ടിലെ പോലെ ലോറിയിൽ കൊണ്ടുവരില്ല. അപ്പോൾ ഈ കടയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. ചേട്ടാ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓഫറിൽ കിട്ടുന്നത്, ഓഫർ പ്രൈസിന് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, ബുക്സ് അടക്കം ഉണ്ട്. ഈ ഒരു സെക്ഷൻ പുതിയ ഐറ്റംസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് വില കൂടുതലായിട്ട് കാണുന്നത്. ഈ ഭാഗത്തിരിക്കുന്നതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവർക്ക് ആവശ്യമില്ലാത്ത ഫർണിച്ചറോ അല്ലെങ്കിൽ ഇപ്പോൾ ബെഡ് അങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് യൂസ് ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവരത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിലായിട്ട് കർബ് ഏരിയയിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കാണുകയാണ്, നമുക്കത് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. അതിനാണ് അങ്ങനെ വെക്കുന്നത്. ഇല്ലെങ്കിൽ അത് കൗൺസിലിൻ്റെ വണ്ടി അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻകാർ അത് എടുത്തിട്ട് പോകും. അതാകുമ്പോൾ ശരിക്കും അവർ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. അല്ലാത്തത് ഇങ്ങനെ എടുത്തു വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ കുറേ നല്ല ഫർണിച്ചറുകളൊക്കെ, ചെയർ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ ഡ്രൈ ചെയ്യാനിടുന്ന സ്റ്റാൻഡ്, അതുപോലെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ്, പിന്നെ അങ്ങനെ ഒരുവിധം ചെറിയ സാധനങ്ങളൊക്കെ തന്നെയും ഇവർ പുറത്ത് വയ്ക്കും. ബെഡ് അതൊക്കെ വലിയ വലിയ ഫർണിച്ചറാണെങ്കിൽ കർബ് സൈഡിൽ വെക്കില്ല. കാരണം ആളുകൾക്ക് നടക്കേണ്ട വഴിയാണല്ലോ. അപ്പോൾ അവർ ഇതുപോലെയുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷനെ വിളിച്ചിട്ട് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി വന്നു. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളെടുത്ത ഫർണിച്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫർണിച്ചർ ഉണ്ടോ. ഇവിടെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും.
അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവർ നമുക്ക് ഡെലിവറിയാണ് ചെയ്തു തരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളൊരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമ്മൾ ഒരു വീടെടുത്തു, അപ്പോൾ ആ വീട്ടിൽ ഫർണിഷ്ഡ് അല്ലാത്ത ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള കടകളിൽ പോയിട്ട് നമുക്ക് വില കുറവിന് നമുക്ക് എന്താ പറയുക ഫർണിച്ചേഴ്സ് കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇന്ന് ഒരു കട്ടിൽ ആണ് വാങ്ങിക്കേണ്ടത്. നമ്മൾ പോയിട്ട് ഇന്നൊരു കട്ടിൽ അവിടെ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ ഫർണിച്ചർ സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട്, പിന്നെ അവരത് ചാരിറ്റിയുടെ ബേസിൽ ചെയ്യുന്നത് കൊണ്ടും ഭയങ്കര റേറ്റ് കുറവായിരിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആരും ചാരിറ്റി ചെയ്ത് തരില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം അത് പുറത്തുനിന്ന് ഔട്ട് സൈഡിൽ നിന്നാണല്ലോ നമ്മൾ വണ്ടി വിളിക്കുക. അവർ അത് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ദൂരം ഉണ്ടോ അതനുസരിച്ച്, പിന്നെ ആ മെറ്റീരിയൽ ഒത്തിരി വലുപ്പമുള്ളൂ, ഇപ്പോൾ ചെറിയ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ചെറിയൊരു ചെയറോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കുറയും. പക്ഷേ വലിയ കട്ടിലോ അല്ലെങ്കിൽ വലിയ ടേബിളോ വലിയ അലമാര ഷെൽഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിയ വണ്ടിയിലായിരിക്കും വരിക. അപ്പോൾ അതനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ വ്യത്യാസം വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് ആദ്യം നമ്മളൊരു തീരുമാനത്തേക്ക് എത്തിയിട്ട്, പറ്റുവാണെങ്കിൽ ഒരു കടയിൽ നിന്ന് തന്നെ ആ ഐറ്റംസൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ നമുക്ക് എല്ലാ ഐറ്റംസും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും ചിലപ്പോൾ ഒരു കടയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഫർണിച്ചറിൻ്റെ റേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫർണിച്ചർ അവിടെ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ അതെനിക്ക് എല്ലാ ഫർണിച്ചറും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത്. അത് അവരോട് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഫർണിച്ചറിൻ്റെ റേറ്റ് കൊടുത്ത് നമുക്ക് അവർ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്കൊരു ബില്ല് തരും. ആ ബില്ല് കീപ്പ് ചെയ്തിട്ട് ഫർണിച്ചർ നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്യാം. എന്നത്തേക്ക് ഏകദേശം നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വെക്കും. അവരവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് സോൾഡ് എന്ന് എഴുതിയിട്ട് അവിടെ ഒട്ടിക്കും. അപ്പോൾ അത് വേറെ ആരും അത് വാങ്ങില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇടയ്ക്ക് വീണ്ടും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള, നമ്മളൊരു മേശ, കട്ടിൽ, ഒരു ചെയർ ഒക്കെയാണ് വാങ്ങിച്ചത്. ചെയർ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ടേബിൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതെന്താണോ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്ത് നോക്കുക. ഓരോ ദിവസവും പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം വിറ്റ് പോയിക്കൊണ്ടിരിക്കും, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെയർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫർണിച്ചർ എല്ലാം കൂടി ഒന്നിച്ച് കളക്ട് ചെയ്ത് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഒറ്റ ഡെലിവറി ചാർജിൽ എല്ലാ ഫർണിച്ചറും വരും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേയ്മെൻറ്റ് റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ എല്ലാ സെക്കൻഡ് ഹാൻഡ് കടയിലും റേറ്റ് കുറവായിരിക്കില്ല. നമ്മളിതുപോലെ ചാരിറ്റി ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. 8 പൗണ്ടിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കൊരു ടേബിള്, ചിലപ്പോൾ 5 പൗണ്ടിൻ്റെ ചെയർ, അങ്ങനെ പല ഇതുണ്ടാവും. ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടറാവും. ചിലപ്പോൾ 8 പൗണ്ട് 6 പൗണ്ട് കൊടുത്ത ഒരു ഷെൽഫേ കിട്ടും. വലിയ ഷെൽഫല്ല കേട്ടോ ഞാൻ പറയണേ, ചെറിയ, ഇപ്പം ഞാൻ ഈ എടുത്ത ഐറ്റംസൊക്കെ 8, 7, 6 അങ്ങനത്തെ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിനേക്കാളും ഇരട്ടി പൈസ നമ്മളത് ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും കളക്ട് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര റേറ്റ് കുറവിൽ കിട്ടും. അപ്പോൾ ഇത് അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോപ്പിൽ പോയി അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ഫർണിച്ചറും ഇല്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു ഷോപ്പിൽ പോയി അപ്പോൾ അവിടെ എല്ലാ ഫർണിച്ചറും ഇല്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് നടക്കും പല സ്ഥലത്തുനിന്ന്. 2 സ്ഥലത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് 2 ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അപ്പോൾ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ 2-3 ഷോപ്പ് സന്ദർശിക്കുക. ഒരു ഷോപ്പിൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടുമെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റോറിൽ തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് അറിയാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഫർണിഷ്ഡ് അല്ലാത്ത ഹൗസുകൾ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ അവർ ചെയ്തു വയ്ക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സും ആവശ്യം ഉണ്ടാവണം എന്നില്ല. കാരണം കുറേ അതിങ്ങനെ ഒരു ഓർഡർ ചെയ്ത് ഒരു ഷെൽഫ്, അതിൻ്റെ കൂടെയുള്ള ചെറിയ ഷെൽഫ്, അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരിക. ഈ സെറ്റിനുള്ള എല്ലാ സംഭവവും, കാരണം അത് ഒരു യൂറോപ്യൻ സെറ്റപ്പിലാണ് അത് വരിക. പക്ഷെ നമുക്ക് അതെല്ലാം ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മളൊരു ഇന്ത്യൻ കേരള സ്റ്റൈലിലൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും സെറ്റപ്പിൽ ആവശ്യമില്ല എങ്കിൽ ഫർണിഷ്ഡ് അല്ലാത്ത റൂമുകൾക്ക് റെൻറ്റ് കുറവായിരിക്കും. അപ്പം അങ്ങനെ എടുത്തിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി ഷോപ്പുകളിൽ നിന്ന് അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകൾ, ഇപ്പോൾ നമ്മൾ നാട്ടിലൊരു റെൻറ്റ് വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഫർണിച്ചറും കെട്ടി വലിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സംഭവങ്ങൾ മതിയല്ലോ. ഇപ്പോൾ ഒരു കട്ടിൽ, ഒരു ടേബിള്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മതിയായിരിക്കുമല്ലോ. കുറേ ഷെൽഫൊന്നും വാങ്ങിയിടേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ
ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുട്ടി കുട്ടി ഡ്രോ ഉള്ള ഷെൽഫുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു സെറ്റിൽ വരണതാണ്. അതെല്ലാം നമുക്ക് ആവശ്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഫർണിഷ്ഡ് അല്ലാത്ത ഹൗസിലേക്ക് നമ്മൾ തിങ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ആ തിങ്സ് കൊണ്ടുപോകണം. അപ്പോൾ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒത്തിരി ആവുമെങ്കിൽ ഈ ചാരിറ്റി ഷോപ്പുകാരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ഈ ഐറ്റംസ് കളക്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം, നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. അവരത് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് പുതിയ ഓണറിനല്ല, നമ്മുടെ ഓണറിന് നമ്മൾ തിരിച്ച് നമ്മുടെ റെൻ്റൽ ഹൗസോ റെൻ്റൽ റൂമോ കൊടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫർണിച്ചർ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ചാരിറ്റി ഷോപ്പിലേക്ക് ഓഫറിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് റെൻറ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. നമ്മളിവിടെ വന്ന് കണ്ടുപിടിക്കുന്ന ഓരോരോ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫർണിച്ചറും ഒക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.